അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു സമഭുജ ത്രികോണം, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വശങ്ങളുടെ നീളവും അതുപോലെ തന്നെ പെരിമീറ്ററും ചുറ്റളവും ആനുപാതികമായിട്ടാണെന്ന് നമുക്ക് സമർത്ഥിക്കണം അല്ലെങ്കിൽ പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ആനുപാതിക സ്ഥിരം അല്ലെങ്കിൽ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റും കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനൂടെ ചോദിച്ചിട്ടുണ്ട്, മറ്റു റെഗുലർ പോളിഗൺസിൽ അതായത് മറ്റു സമബഹുഭുജങ്ങളിലും ഇതുപോലെ തന്നെയാണോ എന്ന് കണ്ടുപിടിക്കണം. അതായത് ഇതുപോലെ വശങ്ങളും അവയുടെ പെരിമീറ്ററും ആനുപാതികമായിട്ടാണോ പ്രപ്പോർഷണൽ ആയിട്ടാണോ പോകുന്നതെന്നും നോക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിന്റെ കാര്യം നോക്കാം. സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം ഒന്നാമത്തെ അളവ് എന്ന് പറയുന്ന നീളമാണല്ലേ, അതായത് നമ്മുടെ എക്സ് എന്ന് പറയുന്നത് വശത്തിന്റെ നീളമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ അളവാണ് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്, അതിന് നമുക്ക് y എന്നും കൊടുക്കാം. അപ്പൊ ഇവിടെ നോക്കി വശങ്ങളുടെ നീളം നമുക്ക് 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം. എങ്ങനെ കൊടുത്താലും എല്ലാ വശങ്ങളും എന്തായിരിക്കും, തുല്യമായിരിക്കും അല്ലെ. അപ്പൊ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം ആയതുകൊണ്ട് 1 സെന്റിമീറ്റർ വശത്തിന് കൊടുത്തു കഴിഞ്ഞാൽ 3 വശവും എന്തായിരിക്കും, 1 സെന്റിമീറ്റർ വീതം തന്നെ ആയിരിക്കും അല്ലെ. എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ഈ സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം 1 സെന്റിമീറ്റർ എന്ന് കൊടുക്കാം. അപ്പൊ അവിടുത്തെ പെരിമീറ്റർ ചുറ്റളവ് എത്രയായിരിക്കും? ഇവിടെ ഇപ്പൊ എത്ര വശങ്ങളുണ്ട്? 3 വശങ്ങളുണ്ട് അല്ലെ. 3 വശങ്ങളും എന്തായിരിക്കും, തുല്യമായിരിക്കും. 3 ഗുണം 1 ആയിരിക്കും അല്ലെ. അതായത് 3 വശങ്ങളുണ്ട്, ഒരു വശത്തിന്റെ എത്രയാണ്, 1 ആണ് അല്ലെ. എല്ലാ വശങ്ങളും തുല്യമായതുകൊണ്ട് നമുക്ക് 3 ഗുണം 1 എന്ന് കൊടുക്കാം, അതായത് 3 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി 2 സെന്റിമീറ്റർ ആയിട്ട് കൊടുത്താലോ, എയ്ക്ക് നമുക്ക് 2 സെന്റിമീറ്റർ കൊടുത്താലോ. ഇവിടെ എത്ര വശങ്ങളുണ്ട്? 3 വശങ്ങളുണ്ട് അല്ലെ. 3 ഗുണം ഒരു വശത്തിന്റെ നീളം 2 ആണ്. 3 ഗുണം 2 6. ഇനി 3 കൊടുത്താലോ, 3 കൊടുത്താൽ 3 ഗുണം 3 ആണല്ലേ, അതായത് 9. ഇത് നമുക്ക് എ കൊടുത്താലോ, അതായത് ഒരു വശത്തിന്റെ നീളം എ എന്ന് പറഞ്ഞാൽ ഏത് നീളവും കൊടുക്കാം അല്ലെ. അപ്പൊ ഒരു വശത്തിന്റെ നീളം എ ആണെങ്കിൽ 3 വശമുണ്ട് അല്ലെ. 3 ഗുണം ഒരു വശത്തിന്റെ നീളം എ, അതായത് 3a. ഇവിടെ നോക്കിയേ, ഇവിടെ ലെങ്ത് എന്ന് പറയുന്നതാണ് എക്സ്, പെരിമീറ്റർ എന്ന് പറയുന്നത് ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്, y ആണല്ലേ. അതായത് ഇവിടെ ഒന്നാമത്തെ അളവ് കൊടുക്കും തോറും രണ്ടാമത്തെ അളവ് എന്താണ്, കൂടിക്കൊണ്ടേയിരിക്കും അല്ലെ, അല്ലെങ്കിൽ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്തായിരിക്കും? ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആനുപാതിക സ്ഥിരം k എന്ന് പറഞ്ഞാല് y/x ആണല്ലേ. y/x, y എന്ന് പറയുന്നത് എന്താണ്, 3, x എന്ന് പറയുന്നത് 1, അതായത് 3/1 എന്ന് പറഞ്ഞാൽ 3. അപ്പൊ ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എത്രയാണ്, 3 ആണല്ലേ. അപ്പൊ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഇതുപോലെ മറ്റ് റെഗുലർ പോളിഗൺസ് എടുത്താൽ അവിടുത്തെ അല്ലെങ്കിൽ മറ്റു സമബഹുഭുജങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, ഞാനൊരു സ്ക്വയർ എടുത്തു. സ്ക്വയർ എടുക്കുമ്പോൾ അതിന്റെ ഒരു വശത്തിന്റെ നീളം ഞാൻ 1 എടുത്തു. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ എത്രയായിരിക്കും? ഈ 4 കൂടെ കൂട്ടുന്നതാണ് പെരിമീറ്റർ അല്ലെ. 4 സൈഡും കൂടെ കൂട്ടുന്നതാണ്. അപ്പം 4 സൈഡ് ഇൻറ്റു ഒരു സൈഡ് എന്ന് പറയുന്നത് 1 ആയിരിക്കും, അതായത് 4 എന്ന് കിട്ടും അല്ലെ. അതായത് ഒരു സൈഡ് എ ആണെങ്കിൽ സ്ക്വയറിന്റെ പെരിമീറ്റർ എന്താണ്, ഈ 4 സൈഡും കൂടെ കൂട്ടുന്നതാണല്ലോ, അതിന് 4a എന്നാണല്ലോ, അതായത് a പ്ലസ് എ പ്ലസ് എ പ്ലസ് എ, ഈ 4aയും കൂടെ കൂട്ടുന്നത്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 4a എന്ന് എഴുതാമല്ലോ, 4 ഇൻറ്റു എ എന്ന് എഴുതാമല്ലോ. അങ്ങനെയാണ് നമ്മളിവിടെ 4 ഇൻറ്റു 1 എന്ന് കൊടുത്തത്. അപ്പൊ ഇനി അടുത്തത് 2 സെന്റിമീറ്റർ കൊടുത്താലോ, 4 ഇൻറ്റു 2 ആയിരിക്കും അല്ലെ. 4 സൈഡുള്ള സ്ക്വയറിന് ഒരു സൈഡിന്റെ ലെങ്ത് 2 ആണ്. അപ്പൊ 4 ഇൻറ്റു 2 8 എന്ന് കിട്ടും. ഇനി ലെങ്ത് 3 എന്ന് കൊടുത്താലോ, 4 ഗുണം 3 ആണല്ലേ, അതായത് 12. നമ്മളിനി എ കൊടുത്താലോ, എ എന്ന് കൊടുത്താൽ 4 ഗുണം എ, അതായത് 4a. അപ്പൊ ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് k എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാണ് y, ഇതാണ് മാറുന്നത് അല്ലേ, അല്ലെങ്കിൽ ഈ അളവാണ് കൂടുന്നത്. ഇതെന്ന് പറയുന്നത് എക്സ്, അപ്പൊ y/x എന്നാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇവിടെ എക്സിന്റെയും വൈയുടെയും റേഷ്യോസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. കാരണം ഇവിടെ ഒരേ നമ്പർ കൊണ്ടാണ് നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഉറപ്പായിട്ടും റേഷ്യോസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇവിടെയും അതുപോലെ തന്നെയാണ്, റേഷ്യോസ് സെയിം ആയിരിക്കും. കാരണം ഇവിടെ ഒരേ നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് y/x ആണ്. y എന്ന് പറയുന്നത് 4, x എന്ന് പറയുന്നത് 1. അതായത് ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എത്രയാണ്, 4 ആണല്ലേ. അപ്പൊ ഈ സമഭുജ ത്രികോണത്തിന്റെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് 3 എന്ന് കിട്ടി. ഒരു സ്ക്വയറിന്റെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് 4 എന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പൊതുവായിട്ട് പറഞ്ഞാൽ ഏതൊരു റെഗുലർ പോളിഗൺസിന്റെയും, ഇപ്പൊ അത് സ്ക്വയർ ആയിക്കോട്ടെ, റെഗുലർ പെന്റഗൺ ആയിക്കോട്ടെ, റെഗുലർ ഹെക്സഗൺ ആയിക്കോട്ടെ, ഏതൊരു റെഗുലർ പോളിഗണിന്റെയും സൈഡുകളുടെ ലെങ്ത് എന്ന് പറയുന്നത് a എന്നും അതുപോലെ തന്നെ അവിടുത്തെ ആ പോളിഗൺസിന്റെ സൈഡുകളുടെ എണ്ണം n ആണെങ്കിൽ, മനസ്സിലായോ? അപ്പൊ നമ്മളൊരു ഉദാഹരണത്തിന് ഇവിടെ സമഭുജ ത്രികോണം എടുക്കുമ്പോൾ ഇതിന്റെ വശത്തിന്റെ നീളം, ഒരു വശത്തിന്റെ നീളം എയും വശങ്ങളുടെ എണ്ണം എത്രയാണ്, ഇതിന് 3 വശങ്ങളാണല്ലേ. അപ്പൊ വശങ്ങളുടെ എണ്ണം 3 ആണെങ്കിൽ ഇവിടുത്തെ പെരിമീറ്റർ എന്തായിരിക്കും, 3 ഗുണം എ ആയിരിക്കും അല്ലെ, 3 ഇൻറ്റു എ ആയിരിക്കും. അടുത്ത സ്ക്വയർ ഒന്ന് നോക്കിയേ,
സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ നീളം എയും വശങ്ങളുടെ എണ്ണം നോക്കിയേ 1 2 3 4 4 വശങ്ങളുണ്ടല്ലേ 4. അങ്ങനെയാണെങ്കിൽ അതിന്റെ പെരിമീറ്റർ എന്തായിരിക്കും, ചുറ്റളവ് എന്തായിരിക്കും, 4a ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ വശങ്ങളുടെ നീളം എയും വശങ്ങളുടെ എണ്ണം എന്നുമാണെങ്കിൽ അവിടുത്തെ പെരിമീറ്റർ എന്തായിരിക്കും, പി എന്ന് പറയുന്നത് എന്തായിരിക്കും, n ഇൻറ്റു എ ആയിരിക്കും അല്ലേ. അതായത് NA ആയിരിക്കും. മനസ്സിലായോ? ഏതൊരു റെഗുലർ പോളിഗണിന്റെയും അല്ലെങ്കിൽ ഏതൊരു സമബഹുഭുജത്തിന്റെയും വശങ്ങളുടെ നീളം എയും വശങ്ങളുടെ എണ്ണം എന്നും ആണെങ്കിൽ അവിടുത്തെ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, n ഇൻറ്റു എ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഫോർ എനി റെഗുലർ പോളിഗൺസ് വിത്ത് n സൈഡ്സ് ആൻഡ് ലെങ്ത് ഓഫ് സൈഡ്സ് a സെന്റിമീറ്റർ ദെൻ പെരിമീറ്റർ n ഇൻറ്റു എ. അതായത് ഏതൊരു സമബഹുഭുജത്തിന്റെയും വശങ്ങളുടെ എണ്ണം എന്നും ഒരു വശത്തിന്റെ നീളം എയുമായാൽ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, n ഇൻറ്റു എ എന്നായിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാമല്ലോ ഇനി. അപ്പൊ ഇവിടോട്ട് എഴുതാം, പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം k എന്ന് പറയുന്നത് എന്താണ്, y/x ആണല്ലേ, y/x. നമ്മൾ റെഗുലർ പോളിഗൺസിന്റെ വശത്തിന്റെ നീളം a എന്നാണ് എടുത്തേക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് കിട്ടുന്ന പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവോ n ഇൻറ്റു എ, അതായത് NA എന്നാണ് കിട്ടുന്നത്. അപ്പൊ y എന്ന് പറയുന്നത് NA ആണ്, x എന്ന് പറയുന്നത് a യുമാണ്. y എന്ന് പറയുന്നത് NA ആണല്ലോ, അപ്പൊ NA/a. എയും എയും കൂടെ കട്ടായി പോവും, അതായത് n എന്ന് കിട്ടും. അപ്പൊ നമുക്ക് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആനുപാതിക സ്ഥിരം എന്ന് പറയുന്നത് n എന്ന് കിട്ടി. n എന്തുമായിട്ടാണ് നമ്മൾ എടുത്തത്, ഏതൊരു റെഗുലർ പോളിഗൺസിന്റെയും സൈഡുകളുടെ എണ്ണമാണ് എടുത്തേക്കുന്നത് അല്ലേ. എത്ര സൈഡ് ഉണ്ട്, ഇപ്പൊ ഇവിടെ നമ്മൾ സ്ക്വയർ എടുത്തപ്പോൾ എത്ര സൈഡ് ഉണ്ട് സ്ക്വയറിന്, 4 സൈഡ് ഉണ്ട്. നോക്കി അതിന്റെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമുക്ക് എത്ര കിട്ടിയത്, 4 എന്ന് തന്നെയാണ് അല്ലേ. അടുത്തത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുത്തപ്പോൾ അതിന്റെ n എന്താണ്, 3 ആണല്ലേ. അതായത് അതിന്റെ വശങ്ങളുടെ എണ്ണം 3 ആണ്. അതിന്റെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം എത്രയാണ് കിട്ടിയേക്കുന്നത്, 3 ആണല്ലേ. അപ്പൊ നമുക്ക് പൊതുവായിട്ട് പറയാം, ഏതൊരു റെഗുലർ പോളിഗൺസിന്റെയും ഏതൊരു സമബഹുഭുജത്തിന്റെയും പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്തായിരിക്കും, അതിന്റെ വശങ്ങളുടെ എണ്ണമായിരിക്കും. അപ്പൊ നമുക്ക് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് കിട്ടി, അതായത് നമ്പർ ഓഫ് സൈഡ്സ് ആണല്ലേ, നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണം. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വൃത്തത്തിന്റെ പല അളവുകളിലുള്ള ചാപം അറിയാമല്ലോ, ആർക്ക് അല്ലയോ, ആർക്കാണ് ചാപം. ഈ ആർക്കിന്റെ പല അളവുകൾ എടുത്താൽ അതിന്റെ കേന്ദ്രകോണുമായിട്ട്, കേന്ദ്രകോൺ എന്ന് വെച്ചാൽ സെൻട്രൽ ആംഗിളുമായിട്ട് ആനുപാതികമാണ് അല്ലെങ്കിൽ പ്രപ്പോർഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. മനസ്സിലായോ? ഇവിടെ നോക്കിയാൽ ഞാൻ ഇത്രയും ഭാഗമാണ് ആർക്കായിട്ട് എടുത്തേക്കുന്നത് അല്ലെ. അതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് x ആണ്. അപ്പൊ ഇവര് തമ്മിൽ ഒരു റേഷ്യോ ഉണ്ടായിരിക്കും അല്ലെ. ഇനി ഞാൻ നേരെ കുറച്ചുകൂടെ കൂട്ടി ഇത്രയും ഭാഗം ആർക്ക് എടുത്തു. അപ്പൊ അതിന്റെ സെൻട്രൽ ആംഗിൾ കുറച്ചുകൂടെ വലുതാവും അല്ലെ. കുറച്ചുകൂടെ വലിയ ആർക്ക് എടുത്താലോ വീണ്ടും സെൻട്രൽ ആംഗിൾ വീണ്ടും വലുതാവും. അപ്പൊ എന്താണ്, ആർക്ക് ലെങ്ത് കൂടുന്നതനുസരിച്ച് സെൻട്രൽ ആംഗിളും എന്ത് ചെയ്യുന്നുണ്ട്, കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ആർക്ക് ലെങ്തും സെൻട്രൽ ആംഗിളും തമ്മിൽ ആനുപാതികമാണെന്ന്, പ്രപ്പോർഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ അവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നോക്കിയേ, ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ചാപത്തിന്റെ നീളം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് നമ്മൾ കഴിഞ്ഞൊരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്, 2πr × x/360. ഇവിടെ 2πr സെയിം സർക്കിൾ തന്നെയല്ലേ, ഒരേ വൃത്തം തന്നെ ആയതുകൊണ്ട് ഈ ആറിന് മാറ്റം ഉണ്ടാവത്തില്ല, റേഡിയസ് എല്ലായിടത്തും തുല്യമായിരിക്കും അല്ലെ. അതുപോലെ തന്നെ 2ഉം 5ഉം ഒക്കെ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അതുപോലെ 360 മാറ്റം ഉണ്ടാവുമോ, 360 മാറ്റം ഉണ്ടാവത്തില്ല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 2πr/360 എന്ന് എഴുതാം അല്ലെ, ഇൻറ്റു എക്സ്. ഈ എക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ആണ്. സെൻട്രൽ ആംഗിൾ നമ്മൾ ചാപത്തിന്റെ നീളം കൂട്ടിക്കൊടുക്കുമ്പോൾ സെൻട്രൽ ആംഗിൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അപ്പൊ എക്സ് മാത്രമേ ഇവിടെ മാറുന്നുള്ളൂ, ബാക്കി ഇത് ഇത്രയും എന്തായിരിക്കും, ഇവിടുത്തെ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ സെൻട്രൽ ആംഗിൾ കൊടുക്കും തോറും ആർക്ക് ലെങ്തിന് മാറ്റം വരും അല്ലെ. ഞാനിവിടെ സെൻട്രൽ ആംഗിൾ 30 ഡിഗ്രി കൊടുക്കുവാണ്. അപ്പൊ ഇവിടെ ആർക്ക് ലെങ്ത് എന്തായിരിക്കും, 2πr/360 ഇൻറ്റു 30 ഡിഗ്രി ആണല്ലേ, 30 ഡിഗ്രി. അടുത്തത് നമുക്കൊരു 45 ഡിഗ്രി കൊടുക്കാം. 45 ഡിഗ്രി കൊടുക്കുമ്പോൾ 2πr/360 ഇൻറ്റു 45 ആണല്ലേ. അതായത് ഇവിടെ നമ്മൾ എക്സിന് പകരമാണ് കൊടുക്കുന്നത് അല്ലെ. എക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ആണ്. അപ്പൊ ഇവിടെ സെൻട്രൽ ആംഗിൾ മാറുന്ന അനുസരിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സിനും എന്താവും, സെൻട്രൽ ആംഗിൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇനി അടുത്ത് നമുക്ക് 90 ഡിഗ്രി കൊടുക്കാം. അപ്പോഴും എന്താണ്, 2πr/360 ഇൻറ്റു 90 എന്ന് വരും. മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ അളവ് എന്താണ്, ഇതാണല്ലേ, അതായത് എക്സ്. മാറിക്കൊണ്ടിരിക്കുന്ന അളവ് ഇതുമാണ്, y.
അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ എല്ലാ ആംഗിളിന്റെയും കൂടെ, എല്ലാ കേന്ദ്രകോണിന്റെയും കൂടെ 2πr/360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടുത്തെ ആർക്ക് ലെങ്ത് കിട്ടുന്നത് അല്ലെ. അപ്പൊ എല്ലായിടത്തും നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 2πr/360 എന്നാണ്. അതുകൊണ്ട് ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കെ എന്ന് പറയുന്നത് എന്താണ്? 2πr/360 ആണ്. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, നമ്മൾ ഇതുപോലെ പല അളവിലുള്ള സെക്ടർ എടുക്കുക. സെക്ടർ എന്ന് വെച്ചാൽ എന്താണ്? വൃത്താംശം അല്ലെ. പല അളവിലുള്ള വൃത്താംശങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ ഏരിയയും സെൻട്രൽ ആംഗിളും തമ്മിലുള്ള റിലേഷൻ. വൃത്താംശത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഓഫ് സെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? πr² ഇൻറ്റു x/360 എന്നാണ് അല്ലെ. ഇവിടെ നമുക്ക് പറയാം പൈയും r² ഒരേ വൃത്തം തന്നെ ആയതുകൊണ്ട് ആറിന് മാറ്റം വരുത്തില്ല. പിന്നെ പൈയും 360 എന്താണ്? അവിടുത്തെ കോൺസ്റ്റന്റ് ആണ് അല്ലേ. ആർ എന്ന് പറയും πr²/360. അതിനെ ഒരുമിച്ച് എഴുതാമല്ലോ. ഇൻറ്റു അവിടെ മാറുന്ന എന്താണ്? ഈ സെൻട്രൽ ആംഗിൾ ആണ് അല്ലെ, എക്സ് ആണ് മാറുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 2 കോളം വരയ്ക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം 30 ഡിഗ്രി കേന്ദ്രകോൺ കൊടുത്തു കഴിഞ്ഞാൽ ഏരിയ ഓഫ് സെക്ടർ വൃത്താംശങ്ങളുടെ പരപ്പളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? πr²/360 അത് കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു എക്സ്. എക്സിന് പകരം എന്ത് കൊടുക്കാം? 30 കൊടുക്കാം അല്ലെ, 30 ഡിഗ്രി. അടുത്ത 45 ആണെങ്കിലോ, 45 ആണെങ്കിലും πr²/360 ഗുണം 45 അല്ലെ. അടുത്ത 90 കൊടുത്താലോ, 90 കൊടുത്താൽ πr²/360 ഇൻറ്റു 90 എന്ന് വരും. അപ്പൊ ഇവിടെ നോക്കി, ഇവിടുത്തെ കോൺസ്റ്റന്റുകൾ, അതായത് ഇത് എക്സ് ആണ്, ഇത് മാറുന്ന അളവ് y ആണ്. അപ്പൊ ഇത് കൂടുന്ന അളവാണ് അല്ലെ, y എന്ന് പറഞ്ഞ കൂടുന്ന അളവാണ്. അപ്പൊ എത്ര കൂടുന്നുണ്ട്? എല്ലായിടത്തും πr²/360 ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? πr²/360 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടുത്തെ റിലേഷൻ എങ്ങനെ പറയാം? ഏരിയ ഓഫ് സെക്ടർ ചേഞ്ചസ് പ്രപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു സെൻട്രൽ ആംഗിൾ അല്ലെ. വൃത്താംശങ്ങളുടെ പരപ്പളവ് കേന്ദ്ര കോണുകൾക്ക് ആനുപാതികമായിരിക്കും. അതായത് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്തായിരിക്കും? πr²/360 ആയിരിക്കും.